ഹായ് നമസ്കാരം. നമ്മൾ ഞാനിപ്പോൾ ബാങ്കിൽ ATM ഒക്കെ പോയപ്പോൾ അവിടെയെല്ലാം സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്, ഹാൻഡ് സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. നമുക്ക് ഹാൻഡ് സാനിറ്റൈസർ വെച്ചിട്ട് നമ്മൾ കൈ സാനിറ്റൈസ് ചെയ്തിട്ടാണ് ബാങ്കിലേക്കൊക്കെ കയറ്റി വിടുന്നത്. അതുപോലെ ATM നമ്മൾ ക്യാഷ് എടുക്കാൻ പോകുമ്പോൾ അവിടെ വെച്ചിട്ടുണ്ട് ഹാൻഡ് സാനിറ്റൈസർ. പക്ഷേ അതിൽ ഞാൻ കണ്ടൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാവരും വന്ന് അത് എടുക്കുന്നു, എല്ലാവരും വന്ന് ഹാൻഡ് സാനിറ്റൈസർ എടുക്കുന്നു, അത് പ്രസ് ചെയ്യുന്നു, കയ്യിൽ സാനിറ്റൈസ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും അതിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല രീതിയായിട്ട് തോന്നിയില്ല. അപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ്, ഓൾറെഡി ഇതുള്ളതാണ്, പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് ഒരു സാനിറ്റൈസർ ഡിസ്പെൻസർ, അത് ടച്ച് ചെയ്യാതെ തന്നെ നമ്മുടെ കൈ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് സാനിറ്റൈസർ കിട്ടുക. അപ്പോൾ അതുപോലുള്ളൊരു സാനിറ്റൈസർ ഡിസ്പെൻസർ ഉണ്ടാക്കിയാൽ എന്താ എന്നുള്ളൊരു ഐഡിയ. അപ്പോൾ അങ്ങനെയാണ് ഈ സാനിറ്റൈസർ ഡിസ്പെൻസറിൻ്റെ ഒരു ഐഡിയയിലേക്ക് വന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതാ നോക്കൂ, നമ്മളിങ്ങനെ കൈ കാണിക്കുമ്പോൾ സാനിറ്റൈസർ താനെ വരുന്നു, അത് നമുക്ക് കയ്യിലാക്കുന്നു, അത് നമുക്ക് ടച്ച് ചെയ്യേണ്ടി വരുന്നില്ല. കയ്യിൽ ടച്ച് ചെയ്യാതെ തന്നെ സാനിറ്റൈസർ കിട്ടുന്നു, നമുക്ക് കൈ സാനിറ്റൈസ് ചെയ്യാം. അപ്പോൾ ആരും ഇതിൽ ടച്ച് ചെയ്യേണ്ടി വരുന്നില്ല. ഇത് ജസ്റ്റ് ഒരു മോഡലാണ്, കാർഡ്ബോർഡൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണ്. ഇത് ഇൻഡസ്ട്രിയൽ പർപ്പസിൽ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു പർപ്പസിലേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയാണ് ഈ സാനിറ്റൈസർ ഡിസ്പെൻസർ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സാനിറ്റൈസർ ഡിസ്പെൻസർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് പ്രോഗ്രാമിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ്. അതായത് അഡ്രീനോ അതുപോലുള്ള സംഭവങ്ങളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് ഒരു സെൻസർ മാത്രം, അതായത് നമ്മുടെ കൈ സെൻസ് ചെയ്യാനുള്ള ഒരു സെൻസർ മാത്രം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഒരു IR സെൻസർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. IR സെൻസർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ IR സെൻസർ വെച്ചിട്ടാണ് നമ്മളിത് സെൻസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത്, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു ബാറ്ററി കേസ് വേണം. അത് ബാറ്ററി ഇടാൻ വേണ്ടിയിട്ട് രണ്ട് 1.5 വോൾട്ട് ബാറ്ററീസ് ആണ്. 3 വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളൊരു ട്രാൻസിസ്റ്റർ, BD140 ട്രാൻസിസ്റ്റർ, ഒരു 1K റെസിസ്റ്റർ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. സർക്യൂട്ട് ഞാൻ കാണിക്കാം. ഈ സാധനങ്ങൾ നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ കിട്ടുന്നതാണ്. വളരെ ചീപ്പ് റേറ്റിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ കിട്ടുന്ന സാധനങ്ങളാണ്. നിങ്ങൾക്ക് ഇനി പർച്ചേസ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ വേണമെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മോട്ടർ അല്ല, ഒരു പമ്പാണ്. ഒരു 3 വോൾട്ടിന്റെ പമ്പാണ്. ഇതാണ് നമ്മുടെ ഡിസ്പെൻസർ മുകളിലേക്ക് പമ്പ് ചെയ്യുന്നത്. പമ്പ് കൂടെ ഒരു ഒരു പൈപ്പ്, നമ്മളിത് അക്വേറിയത്തിലൊക്കെ നമ്മൾ എയറേറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഒരു പൈപ്പാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമുക്കൊരു കുപ്പി വേണം. ആ കുപ്പിയിലാണ് നമ്മൾ നമ്മുടെ ഡിസ്പെൻസർ ഒഴിച്ചു വെക്കുന്നത്. ഈ കുപ്പിയിൽ ഈ പമ്പ് ഇറക്കി വെച്ചിട്ടാണ് ഇതൊരു സബ്മെർസിബിൾ പമ്പാണ്. ഇത് വെള്ളത്തിന്റെ ഉള്ളിൽ ഇറക്കി വെക്കാൻ പറ്റുന്ന പമ്പാണ്. ഇതിൽ ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ ഇതിലൂടെ ഡിസ്പെൻസർ പുറത്തേക്ക് എടുക്കുന്നത്. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ പമ്പ് ഓൺ ആവാൻ വേണ്ടി മാത്രം ആണ് നമ്മൾ ഈ സെൻസർ ഉപയോഗിക്കുന്നത്. നമ്മുടെ കൈ ഇതിന്റെ മുന്നിൽ വരുമ്പോൾ ഇത് സെൻസ് ചെയ്തിട്ടാണ് ഈ പമ്പ് ഓൺ ആവുന്നത്. അങ്ങനെ ഈ പമ്പ് ഓൺ ആയിട്ട് നമ്മുടെ ഇതിലെ സാനിറ്റൈസർ ഇതിലെ പമ്പിലൂടെ വന്നിട്ട് നമ്മുടെ കയ്യിലേക്ക് വരുന്നു. അതാണ് ഇതിന്റെ ഒരു സിസ്റ്റം. അപ്പൊ നമുക്ക് നിർമ്മിക്കാൻ തുടങ്ങാം. അത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതിനൊരു ഫ്രെയിം ആയിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് ഞാനിപ്പോ ഇതുപോലെ മടക്കി ഒരു ബോക്സ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനുള്ളിൽ കുപ്പി ഇറക്കി വെക്കാനാണ് ഞാനിപ്പോ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് സാനിറ്റൈസർ കിട്ടുന്ന രീതിയിലാണ് ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ആദ്യം ഇതിന്റെ സർക്യൂട്ട് പാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഇതൊന്ന് ഇതിൽ സോൾഡർ ചെയ്തെടുക്കാം. സർക്യൂട്ട് വീഡിയോയിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, അതുപോലെ സോൾവ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആദ്യം ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. സെൻസറിൻ്റെ VCCയും ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററും തമ്മിൽ ഷോർട്ട് ചെയ്തു. സെൻസറിൻ്റെ ഔട്ടിൽ നിന്നൊരു 1K റെസിസ്റ്റർ ഇട്ടിട്ട് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ നിന്ന് പോസിറ്റീവും സെൻസറിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് നെഗറ്റീവും എടുത്തിട്ട് ആണ് നമ്മൾ വാട്ടർ പമ്പിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻ. സിമ്പിൾ കണക്ഷനാണ്. ഇനി നമുക്ക് പവർ കണക്ട് ചെയ്യാം. ബാറ്ററി കേസിംഗ് ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അത് സെൻസറിന്റെ VCC എന്ന് പറയുന്ന കണക്ടറിന്റെ പോസിറ്റീവും ഗ്രൗണ്ടില് നെഗറ്റീവും.
ഇനി നമുക്ക് പമ്പ് കണക്ട് ചെയ്യാം. പമ്പിന്റെ പോസിറ്റീവ് ഇവിടെ കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നെഗറ്റീവ് വന്നിട്ട് ഗ്രൗണ്ടിലാണ് കണക്ട് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഈ കുപ്പിയിലേക്ക് ഒന്ന് ഇറക്കി വെക്കാം, മോട്ടർ ഇറക്കി വെക്കാം. അതിനായിട്ട് ഈ ഹോളിലൂടെ ഇത് ഇറക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ഒരു കട്ട് ഇട്ടിട്ട് ഇത് ഇറക്കി വെക്കേണ്ടി വരും. അത് നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇവിടെ ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. ഇത് ഫിറ്റ് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സിസ്റ്റം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കുപ്പി ഇറക്കി വെക്കണം. ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ സെൻസർ ഫിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ 2 ഹോൾ കൊടുക്കണം. ഇവിടെ 2 ഹോൾ കൊടുത്തിട്ട് നമുക്ക് ആ സെൻസർ LEDs IR LED-യും IR റിസീവറും പുറത്തേക്ക് വരുന്ന രീതിയിൽ ആ സെൻസർ ഒന്ന് അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ പുറത്തേക്ക് സെൻസർ കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നിന്ന് വരുന്ന ഈ പൈപ്പ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് നമുക്ക് ഇത് താഴേക്ക് വിടാം. പോലെ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ കുപ്പി മൂടി വെച്ച് അടച്ചു വെക്കാം. നമ്മുടെ സാനിറ്റൈസർ ഇതിനെ ഒഴിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ ഇത് അടച്ചു വെക്കാം. അതുപോലെ തന്നെ തീരുമ്പോൾ വീണ്ടും തുറന്ന് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുത്തത് ഈ ഭാഗം ഒന്ന് ശരിയാക്കി എടുക്കണം. ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. സെൻസർ മുകളിലേക്ക് മാറ്റി. കാരണം നമ്മളിവിടെ സൈഡിൽ സെൻസർ വെച്ചപ്പോൾ സെൻസ് ചെയ്യുന്നുണ്ടായിരുന്നു, വെള്ളം കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റ് അതിലേക്ക് അടിക്കുമ്പോൾ ചെറിയൊരു പ്രോബ്ലം കാണിച്ചിരുന്നു. അത് ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്തിട്ട് പമ്പ് ഓണാവുന്ന ഒരു പ്രോബ്ലം കാണിച്ചിരുന്നു. അതുകൊണ്ട് നമ്മൾ സെൻസർ മുകളിലേക്ക് മാറ്റി. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഇവിടെ സാനിറ്റൈസർ വരുന്ന സ്ഥലത്ത് തന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ സെൻസർ ഇരിക്കുന്നത്. അപ്പോൾ സെൻസറിൻ്റെ താഴെ നമ്മൾ കൈ വരുമ്പോഴാണ് സാനിറ്റൈസർ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ സാനിറ്റൈസർ ഡിസ്പെൻസർ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം കമൻ്റായിട്ട് താഴെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തൽക്കാലം നിർത്തട്ടെ. ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് DIY വീഡിയോസുമായിട്ട് ഇനിയും വരാം. അപ്പോൾ ബൈ.